രാമചന്ദ്രപുരം എന്നൊരു ഗ്രാമത്തിൽ ശാന്തി അവളുടെ മകൾ ലക്ഷ്മിയോടൊപ്പം ജീവിച്ചിരുന്നു. അവളുടെ മകളെ നന്നായി നോക്കുന്നതിനു വേണ്ടി ആ നാട്ടിലുള്ള പണക്കാരുടെ വീട്ടിലേക്ക് പോയി ആ വീട്ടിലെ പണികൾ, പാചകപ്പണികൾ എല്ലാം ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് മകളെ നല്ല പോലെ നോക്കി. മകൾക്ക് വേണ്ടി വീട്ടിൽ ഭക്ഷണമുണ്ടാക്കി ഓരോ ദിവസം ശാന്തി ജോലിക്ക് വേണ്ടി പുറപ്പെടും. തിരിച്ചു വൈകിട്ടേ വീട്ടിലേക്ക് വരൂ. എന്നത്തെയും പോലെ അന്നും ശാന്തി തന്റെ മകൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ജോലിക്ക് പുറപ്പെടുമ്പോൾ വീടിനു മുമ്പിൽ വിഷമിച്ചിരിക്കുന്ന ലക്ഷ്മിയെ നോക്കി അവളുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നത്? കളിക്കാൻ പോയില്ലേ? അത് പിന്നെ അമ്മ, നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അമ്മ. പറ മോളെ, നീ എന്ത് പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കില്ലേ? ഞാൻ കളിക്കാൻ വേണ്ടി രാധയുടെ വീട്ടിലേക്ക് പോയില്ലേ, അപ്പൊ രാധയുടെ അമ്മ രാധയെ വിളിച്ച് എന്റെ ചെവിയിൽ കേൾക്കുന്ന പോലെ, എന്തിനാ ആ ദരിദ്രം പിടിച്ചവളോടൊപ്പം കളിക്കുന്നേ? അവൾ ജനിച്ച ഉടനെ അച്ഛനെ വിഴുങ്ങിയവളാ, അവളോടൊപ്പം എന്തിനാ കളിക്കുന്നേ എന്ന് എന്റെ മുമ്പിൽ തന്നെ അവളോട് ചോദിക്കുന്നമ്മ. അച്ഛൻ ഞാൻ കാരണമാണോ മരിച്ചതമ്മ? ഇല്ല മോളെ, അതിൽ നിന്റെ തെറ്റൊന്നുമില്ല. അതെന്റെ ഭാഗ്യക്കേടാണ്. ശരി, ഇനി ആരുടെ വീട്ടിലും പോയി കളിക്കണ്ട. എന്റെ കൂടെ എന്റെ പണിസ്ഥലത്തേക്ക് വാ, അവിടെ തന്നെ നീ കളിച്ചോ. അങ്ങനെ മകളെ വിളിച്ചുകൊണ്ട് അവൾ പണി ചെയ്യുന്ന വീട്ടിലേക്ക് പോയി. അവിടെ പോയി ശാന്തി വീട്ടുപണികൾ ചെയ്യുമ്പോൾ ലക്ഷ്മി വീടിനുള്ളിൽ കളിച്ചുകൊണ്ട് ആ വീട്ടിലെ മുതലാളിയുടെ മക്കളുടെ റൂമിൽ പോയി. അത് കണ്ടതും ആ മുതലാളിച്ചി അവളെ ചീത്ത പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ടേ പുറത്തു വന്നു. അത് കണ്ടതും ശാന്തി മകളുടെ അടുത്ത് ചെന്ന് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അതിന് മകൾ ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഞാൻ കളിച്ചുകൊണ്ടേ മുതലാളിയമ്മയുടെ മക്കളുടെ റൂമിൽ പോയി. അവിടെ തണുത്ത കാറ്റ് വീശുന്ന ടേബിൾ ഫാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്നു. അവരെന്നെ നോക്കി ചീത്ത പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? അവര് ചെയ്തത് ശരിയല്ലേ മോളെ. നമ്മൾ അങ്ങനെയൊന്നും പോകരുത്. ഈ വീട്ടിൽ നമ്മൾ പണി ചെയ്യാനാ വന്നത്. നമ്മുടെ പണി മാത്രം നമ്മൾ നോക്കണം. ശരി, വീട്ടിലേക്ക് പോമോളെ. അത് കഴിഞ്ഞ് ലക്ഷ്മി അമ്മ പറഞ്ഞത് കേട്ട് കരഞ്ഞുകൊണ്ടേ വഴിയിൽ നടന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോ അവിടെ ഒരു സ്വാമിജി ഇരിക്കുന്നത് അവൾ കണ്ടു. അപ്പൊ ആ സ്വാമിജി അടുത്ത് വിളിച്ച് അവളോട് ഇങ്ങനെ പറഞ്ഞു, എന്തു പറ്റി മകളെ? നീ എന്തിനാണ് കരയുന്നത്? സ്വാമിജി അങ്ങനെ ചോദിച്ചപ്പോൾ ലക്ഷ്മി നടന്നതെല്ലാം പറഞ്ഞു. ഓ, ഇതാണോ കാര്യം? നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം, വാ. അങ്ങനെ പറഞ്ഞ് സ്വാമിജി ലക്ഷ്മിയോടൊപ്പം വീട്ടിലേക്ക് പോയി. അപ്പൊ ആ സ്വാമിജി അദ്ദേഹത്തിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഒരു സ്വർണ്ണ ടേബിൾ ഫാനും വെള്ളി ടേബിൾ ഫാനും അവൾക്ക് സമ്മാനമായി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ ഉപയോഗിച്ച് നിന്റെ എല്ലാ കഷ്ടപ്പാടും ദൂരേക്കകറ്റ്. അങ്ങനെ പറഞ്ഞ് അവിടുന്ന് പോയി സ്വാമിജി. ലക്ഷ്മി ആ സ്വാമിജി കൊടുത്ത സ്വർണ്ണ ഫാൻ ഓൺ ചെയ്ത് നോക്കി. അങ്ങനെ ഓൺ ചെയ്തതും മഴ പെയ്യുന്നത് പോലെ കാറ്റിനോടൊപ്പം അവിടെ സ്വർണ്ണ നാണയങ്ങളും വീഴാൻ തുടങ്ങി. അവിടെ അങ്ങനെ സംഭവിക്കുന്നത് കണ്ട് ലക്ഷ്മി വളരെ ആശ്ചര്യപ്പെട്ടു. അത് കഴിഞ്ഞ് വെള്ളി ടേബിൾ ഫാനും അവൾ ഓൺ ചെയ്തു. അത് ഓടുമ്പോൾ പോലും മഴ പെയ്യുന്നത് പോലെ കാറ്റിനോടൊപ്പം വെള്ളി നാണയങ്ങളും വീണുകൊണ്ടിരുന്നു. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം കണ്ട് ലക്ഷ്മിക്ക് എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ ആശ്ചര്യത്തോടെ അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ടേബിൾ ഫാൻ രണ്ടും ഓഫ് ചെയ്തു. അതെല്ലാം എടുത്തുകൊണ്ടുപോയി ഭദ്രമായി വീട്ടിൽ വെച്ചു. അത് കഴിഞ്ഞ് പുറത്ത് വീണുകിടന്ന സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ കുറച്ചു നേരത്തിൽ സായാഹ്ന സമയവുമായി. പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു ശാന്തി. മോളി ലക്ഷ്മി, എവിടെ പോയി എന്റെ പൊന്നുമോൾ? അങ്ങനെ പറഞ്ഞ ശാന്തി ലക്ഷ്മിയെ വിളിച്ചു. അവളുടെ മുറിയിൽ നിന്ന് എന്തോ തെറ്റ് ചെയ്തതുപോലെ പുറത്തേക്ക് വന്നു ലക്ഷ്മി. അത് കണ്ട ശാന്തി രാവിലെ മുതലാളിയുടെ വീട്ടിൽ സംഭവിച്ചതോർത്ത് വിഷമിക്കുന്നു എന്നവൾ ചിന്തിച്ചു. പൊന്നുമോളെ, ആ മുതലാളിയമ്മ നമുക്ക് കഴിക്കാൻ സ്വീറ്റ് തന്നിട്ടുണ്ട്. ദാ മോളെ കഴിക്കേ. അമ്മ, അത് നിങ്ങളോടൊരു കാര്യം പറയണം. അത് എന്താണെന്നോ? എന്താണ്, പറ മോളെ. അമ്മ, രാവിലെ നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാനങ്ങനെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ വഴിയിൽ ഒരു സ്വാമിജിയെ കണ്ടു. ആഹാ, അങ്ങനെയാണോ? അദ്ദേഹം എന്താ പറഞ്ഞത്? എന്തു പറ്റി, എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചു. ഞാൻ നടന്ന എല്ലാം പറഞ്ഞു. ഉടനെ അദ്ദേഹം എന്നോടൊപ്പം വീട്ടിലേക്ക് വന്ന് ഒരു സ്വർണ്ണ ടേബിൾ ഫാനും ഒരു വെള്ളി ടേബിൾ ഫാനും തന്നിട്ട് പോയി. നിന്റെ കഷ്ടം എല്ലാം തീരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറപ്പെട്ടു പോയമ്മ. അദ്ദേഹം പോയതിനു ശേഷം അതെങ്ങനെയാന്ന് മനസ്സിലാക്കാൻ ഞാനത് ഇട്ടു നോക്കിയമ്മ. അതെയോ മോളെ? ശരി, എന്തു പറ്റി? എടുത്തിട്ട് വരാൻ നിക്കമ്മ. അങ്ങനെ പറഞ്ഞ ലക്ഷ്മി അകത്തേക്ക് പോയി ആ പാത്രത്തിലിട്ട് വെച്ചിരുന്ന സ്വർണവും വെള്ളിയും അവളുടെ അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു. അത് കണ്ട് ശാന്തി ഒരുപാട് ആശ്ചര്യപ്പെട്ടു.
ഇത് ശരിക്കും സ്വർണവും വെള്ളിയുമാണ്. ഇതുപയോഗിച്ചാൽ നമ്മുടെ കഷ്ടങ്ങൾ തീരുമല്ലോ. ശരി നിക്ക്. അങ്ങനെ പറഞ്ഞ ശാന്തി ആ സ്വർണങ്ങളും വെള്ളിയും വിറ്റ് പൈസ കൊണ്ടുവരാൻ വേണ്ടി പോയി. അങ്ങനെ അമ്മ അവിടുന്ന് പോയതും ലക്ഷ്മി സ്വർണ്ണ ഫാൻ ഒരു റൂമിൽ വെച്ച് ഓൺ ചെയ്തു. അതുപോലെ വെള്ളി ഫാനും ഒരു റൂമിൽ വെച്ച് ഓൺ ചെയ്തു. ആ 2 മുറികളിലും സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും നിറഞ്ഞു കിടന്നു. എല്ലാം വിറ്റുകൊണ്ട് പൈസ എടുത്തുകൊണ്ടുവരാൻ പോയ ശാന്തി പണി കഴിഞ്ഞതും വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന ആശ്ചര്യം കണ്ട് ശാന്തി ഒരുപാട് ആശ്ചര്യപ്പെട്ടു. ഇത്രയും സ്വർണം എന്തു ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ചു. അപ്പൊ അമ്മയെ നോക്കി ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചു, എന്തു പറ്റി അമ്മ? ഈ സ്വർണം വെള്ളി രണ്ടും നമ്മുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുമോ? ഇതുകൊണ്ട് നമുക്ക് സന്തോഷമല്ലേ? സന്തോഷം തന്നെ, പക്ഷേ ഇതുമൂലം കഷ്ടവും വരുമല്ലോ. എന്താ അമ്മ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലായില്ലല്ലോ. അതെ മോളി, നമ്മുടെ ആവശ്യത്തിന് എന്ത് വേണമോ അത്രേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിലും കൂടുതൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായാലും അതുകാരണം നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരും. അങ്ങനെ വരുമ്പോ നമുക്ക് നോക്കാം അമ്മ. ഇപ്പൊ ഈ സ്വർണം വെള്ളിയൊക്കെ വിറ്റ് നമ്മുടെ കഷ്ടങ്ങളെല്ലാം നമുക്ക് തീർക്കാം അമ്മ. മകൾ പറഞ്ഞതിന് ശരിയെന്ന് പറഞ്ഞ് ശാന്തി ആ സ്വർണവും വെള്ളിയും വിറ്റ് ഒരു വലിയ വീട് പണിതു. മകൾക്ക് വേണ്ടി ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും അവൾ ഉണ്ടാക്കി. ഒരുപാട് നല്ല പുതിയ ഡ്രസ്സുകൾ വാങ്ങി. വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും സ്വർണം കൊണ്ട് അവർ ഉണ്ടാക്കി. ബാക്കിയുള്ള പൈസ കൊണ്ട് വലിയ വലിയ കാറുകളും അവർ വാങ്ങി. എല്ലാവരും ലക്ഷ്മിയെയും ശാന്തിയെയും നോക്കി വളരെ ആശ്ചര്യപ്പെട്ടു. ഒരു പരിചയമില്ലാത്തവർ പോലും ശാന്തിയുടെ വീട്ടിൽ വന്ന് അവരോട് സ്നേഹം കാണിച്ച് അവരുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് അവരോട് കുറച്ച് പൈസയും ചോദിക്കും. അതെ അമ്മേ, നമുക്കറിയുന്നവർ ഇത്ര പേരുണ്ടോ? എനിക്കിത്ര ദിവസം അറിയില്ലല്ലോ. ഇത്രയും ദിവസം ഇവർ എവിടെ പോയി? ഞാൻ അന്ന് തന്നെ നിന്നോട് പറഞ്ഞില്ലേ മോളെ, ഒരുപാട് പൈസയുണ്ടെങ്കിൽ പുതിയ പുതിയ കഷ്ടങ്ങൾ വരുമെന്ന്. ഇതാണ്, നമ്മുടെ കയ്യിൽ പൈസയുണ്ടെന്ന് പൈസ ചോദിക്കാനായാണ് വരുന്നത്. നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് കുറച്ചുപോലും മനസാക്ഷിയില്ലേ അമ്മേ? എന്തെന്നാ നമ്മൾ കഷ്ടപ്പെടുന്ന കാലത്ത് അവരോട് സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ആരാന്ന് പോലും അറിയാത്ത പോലെയല്ലേ അവര് പെരുമാറിയത്? ഇപ്പോ എന്ത് മുഖം കാണിച്ചാണ് അവർ നമ്മുടെ വീട്ടിൽ വരുന്നത്? അതാണ് മോളെ പൈസയുടെ പവർ. എല്ലാവരും അവർ ചെയ്തത് ഓർമ്മയിൽ വെക്കും, മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയ സഹായം മറക്കും. അതുകൊണ്ടാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞത്, ഇതിൽ നമുക്ക് കഷ്ടമല്ലാതെ വലിയ സന്തോഷമില്ലെന്ന്. അതെ അമ്മേ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. അതുകൊണ്ടാണ് ഞാനൊരു പണി ചെയ്യാമെന്ന് കരുതിയത്. എന്താ കാര്യം പറ മോളെ. ഇങ്ങനെ മറ്റുള്ളവർക്ക് പൈസ കൊടുത്ത് ആ പൈസ പാഴാക്കുന്നതിന് പകരം നമ്മളെപ്പോലെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അനാഥകൾ, കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർക്ക് ഞാൻ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു അമ്മ. അപ്പോഴേ സ്വാമിജി തന്ന വരത്തിനും അർത്ഥമുണ്ടാകുള്ളൂ. ശരി മോളെ, നിന്റെ ഇഷ്ടം. അമ്മ ശരി എന്ന് പറഞ്ഞതുകൊണ്ട് ലക്ഷ്മി അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ ടേബിൾ ഫാൻ, വെള്ളി ടേബിൾ ഫാൻ മൂലം കിട്ടുന്ന സ്വർണവും വെള്ളിയും വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ തുടങ്ങി. ചെറിയ കുട്ടികൾക്ക്, അനാഥ കുട്ടികൾക്ക്, വയസ്സായവർക്ക് അവൾ തുണി കൊടുക്കുന്നതും വീടില്ലാതെ ഭക്ഷണമില്ലാതെ തെരുവോരത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് ഭക്ഷണം കൊടുത്ത് വയറ് നിറച്ചുകൊണ്ടിരുന്നു. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.